നമസ്കാരം. കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഏകദേശം 2.7 കോടി വോട്ടർമാരാണ് ഇത്തവണ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത്. ഇതിൽ തന്നെ 15 ലക്ഷത്തിലധികം വരുന്നത് പുതിയ വോട്ടർമാരാണ്. പ്രധാനപ്പെട്ട ഒരു കണക്കെന്ന് പറയുന്നത് 10 ലക്ഷത്തോളം വരുന്ന യുവ വോട്ടർമാർ അവരിത്തവണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല, അപേക്ഷ കൊടുക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കണക്കെന്ന് പറയുന്നത് ഇവിടെ അഭിമാന പോരാട്ടം നടക്കുന്ന ചില മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിലധികം വരുന്ന പുതിയ വോട്ടർമാർ എത്തിയെന്നുള്ളതാണ്. തൃശൂർ, അതുപോലെ തന്നെ വയനാട്, വടകര, കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളാണ് ഇങ്ങനെ 1 ലക്ഷത്തിലധികം വോട്ടർമാരെ ചേർത്തിട്ടുള്ളത്. തൃശൂരിനെ കുറിച്ച് നമുക്കറിയാം, ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. തൃശൂരിൽ ഏകദേശം 1,46,656 വോട്ടുകളാണ് അവിടെ പുതിയതായി ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കണക്കെന്ന് പറയുന്നത് 61,822 വോട്ടുകളായിരുന്നു. അതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ് പുതിയ വോട്ടർമാർ. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കെ മുരളീധരനും വി എസ് സുനിൽകുമാറും ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്നു. അത്തരത്തിലൊരു മണ്ഡലമാണ്. ഈ ഒരു മണ്ഡലത്തിൽ തന്നെ ഒരുപാട് വോട്ടുകൾ ചേർത്തിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. 28,000-ഓളം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് തൃശൂർ മണ്ഡലത്തിൽ വോട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ്. ഇവിടെ UDF നേതാവും നിലവിലവിടെ MP-യുമായ TN പ്രതാപനാണ് ഇത്തരത്തിലൊരു ആരോപണം പത്രസമ്മേളനം വിളിച്ചുന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലം എല്ലാവർക്കും അറിയാം, വടകര മണ്ഡലമാണ്. വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ശൈലജ ടീച്ചറുമാണ് നേർക്കുനേർ മത്സരിക്കുന്നത്. അഭിമാന പോരാട്ടം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടർക്കും അവിടെ വിജയിച്ചേ മതിയാകൂ. അത്തരത്തിലാണ് അവിടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരുന്നത്. ഈ ഒരു മണ്ഡലത്തിൽ 1,35,633 വോട്ടുകളാണ് പുതിയതായി ചേർത്തിരിക്കുന്നത്. നേരത്തെ 1,06,422 വോട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഇത്രയധികം വോട്ടുകൾ അവിടെ വർദ്ധിച്ചിരിക്കുന്നത്. നേരത്തെ മുരളീധരൻ 2019 കെ മുരളീധരൻ അവിടെ വിജയിച്ചത് 84,663 വോട്ടുകൾക്കാണ്. ശക്തമായ ഒരു പ്രചരണ പ്രവർത്തനം, അതുപോലെ തന്നെ വോട്ട് ചേർക്കൽ പരിപാടി നല്ല രീതിയിൽ അവിടെ എല്ലാ മുന്നണികളും നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് മണ്ഡലം, ഈ കോഴിക്കോട് മണ്ഡലത്തിലും 1 ലക്ഷത്തിലധികം വരുന്ന പുതിയ വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. 1,14,276 വോട്ടുകളാണ് ഇത്തവണ പുതിയതായി ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 1,35,540 വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കുറച്ച് പുറകിലാണ്. എങ്കിൽ കൂടെ 1 ലക്ഷത്തിലധികം വോട്ടുകൾ അവിടെ ചേർത്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണക്കുകൾ അത്തരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വയനാട് മണ്ഡലം ഏവരും ഉറ്റുനോക്കുന്ന, ഇവിടെ രാജ്യ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി അവിടെ UDF സ്ഥാനാർത്ഥിയാണ്, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അതേസമയത്ത് അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആനി രാജയാണ് അവിടെ സ്ഥാനാർത്ഥി. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. എന്നാലും ആ ഒരു മണ്ഡലത്തിൽ 1,40,604 വോട്ടുകളാണ് പുതിയതായി ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 1,10,259 വോട്ടുകളാണ് നേരത്തെ അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോഴത്തെ ഒരു കണക്ക് 1,40,604 എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. മലപ്പുറത്ത് അവിടെ മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയാണ്. മുസ്ലിം ലീഗ് എപ്പോഴും വിജയിച്ചു കയറുന്ന ഒരു മണ്ഡലമാണ്. UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു സീറ്റാണ്. അവിടെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് വസീഫാണ്, DYFI നേതാവാണ്. മലപ്പുറവും ഒട്ടും പുറകിലല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ വോട്ടർമാരെ ചേർത്ത കണക്കുകൾ പരിശോധിക്കുമ്പോൾ 1,10,43 വോട്ടുകൾ ഇത്തവണ മലപ്പുറത്ത് പുതിയതായി വന്നു എന്നുള്ളതാണ്. നേരത്തെ 1,72,100 എന്ന കണക്കാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത്ര തന്നെ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും 1 ലക്ഷത്തിന് മുകളിൽ പുതിയ വോട്ടർമാരെ ചേർത്തു എന്നാണ് ഇവിടുത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് പൊന്നാനി മണ്ഡലമാണ്. പൊന്നാനി മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നിരവധി വാർത്തകളാണ് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. അതായത് അവിടെ മത്സരിക്കുന്നത് അബ്ദുസമദ് സമദാനിയാണ്, UDF സ്ഥാനാർത്ഥി, ലീഗിന്റെ സ്ഥാനാർത്ഥി. ലീഗിന് അനുകൂലമായ ഒരു മണ്ഡലമാണ് എന്നാണ് പൊതുവെ ഈ ഒരു മണ്ഡലത്തെ കുറിച്ച് പറയപ്പെടുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇതുവരെ അവിടെ നടന്ന മത്സരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകൾ ഭൂരിഭാഗവും അത്തരത്തിൽ തന്നെയാണ്. ഈ ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നേരത്തെ ലീഗുകാരനായിരുന്നു. ലീഗിൽ നിന്നും പിണങ്ങിപ്പോന്ന് പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി. സമസ്ത ഇദ്ദേഹത്തെയാണ് പിന്തുണക്കേണ്ടത് ഇദ്ദേഹത്തെയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം കാര്യമായ രീതിയിൽ നടന്നിരുന്നു. എന്നാൽ അത്തരത്തിൽ ആരെയും പ്രചരണങ്ങൾ നടത്താൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന് സമസ്തയുടെ ഭാഗത്തു നിന്നൊരു മറുപടി വന്നു. മാത്രമല്ല, വളരെ ശക്തമായ രീതിയിൽ UDF അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ ചില സമസ്ത നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉയർന്നു വന്നു കഴിഞ്ഞു. ഈ ഒരു മണ്ഡലം ഇവിടെ വോട്ടർമാരെ ചേർക്കുന്ന കാര്യത്തിൽ നേരത്തെ അവർ കാണിച്ചിട്ടുള്ള ആ ഒരു കൃത്യമായ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 1 ലക്ഷത്തിന് മുകളിൽ വോട്ടർമാരെ ചേർത്ത മണ്ഡലങ്ങളിൽ ഈ ഒരു മണ്ഡലവും ഇടം പിടിച്ചിരിക്കുന്നു. 1,14,396 വോട്ടുകളാണ് പൊന്നാനി മണ്ഡലത്തിൽ പുതിയതായി ചേർത്തിരിക്കുന്നത്. അതേസമയം നേരത്തെ 1,76,014 വോട്ടുകളാണ് ഇവർ ചേർത്തിരുന്നത്. കഴിഞ്ഞ സമയത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ പുറകിലാണെങ്കിൽ പോലും ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ മണ്ഡലത്തിൽ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും മണ്ഡലങ്ങളാണ് ഇവിടെ 1 ലക്ഷത്തിന് മുകളിൽ വോട്ടർമാരെ ചേർത്തിരിക്കുന്നത്. മറ്റു മണ്ഡലങ്ങൾ മോശമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും 1 ലക്ഷം എന്ന കണക്കിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആലപ്പുഴ മണ്ഡലം, അവിടെയും നല്ല ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ്. KC വേണുഗോപാലാണ്, AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് അവിടെ UDF സ്ഥാനാർത്ഥി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആരിഫാണ്, അദ്ദേഹം നേരത്തെ അവിടെ MP ആയിരുന്നു. അതുപോലെ ശോഭാ സുരേന്ദ്രനാണ് BJP NDA സ്ഥാനാർത്ഥി. പക്ഷെ ഇവിടെ ചേർത്തിരിക്കുന്നത് 48,678 വോട്ടാണ്. മുൻ തിരഞ്ഞെടുപ്പ് സമയത്ത്, അതായത് 2019 85,377 വോട്ടുകൾ ചേർത്ത സ്ഥാനത്താണ് അവിടെ പകുതിയോളം വോട്ടുകൾ ചേർക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. ഒരു ഭാഗത്ത് കേന്ദ്രമന്ത്രിയാണ് NDA സ്ഥാനാർത്ഥി, മറ്റൊരു ഭാഗത്ത് നേരത്തെ MP ആയിരുന്ന ശശി തരൂരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ്, ജനകീയനാണ്, അതുപോലെ തന്നെ സാധാരണക്കാരനാണ്. അതായത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. ഇവിടെയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. വിവാദങ്ങൾക്കും കുറവുണ്ടായിട്ടില്ല. ഇടക്കിടക്ക് ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉയർന്നു വരാറുണ്ട്. ഇവിടെ 63,008 വോട്ടുകളാണ് ഇവിടെ പുതിയതായി ചേർത്തിരിക്കുന്നത്. അതേസമയം നേരത്തെ അവിടെ ചേർത്തിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് 98,679 വോട്ടുകളാണ്. 2019 98,679 വോട്ടുകൾ ചേർത്തപ്പോൾ ഇത്തവണ 63,008 വോട്ടുകൾ മാത്രമാണ് അവിടെ പുതിയതായി ചേർത്തിരിക്കുന്നത്. അതേസമയം മുന്നത്തെ ഭൂരിപക്ഷം നോക്കുമ്പോൾ 98,679 വോട്ടുകൾക്കാണ് 2019 ശശി തരൂർ അവിടെ വിജയിച്ചിരിക്കുന്നത്. അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലം, അവിടെ കേന്ദ്രമന്ത്രി V മുരളീധരനും അതുപോലെ തന്നെ അടൂർ പ്രകാശും ഒക്കെ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ ഒരു മണ്ഡലത്തിലും വളരെ പുറകിലാണ്. കഴിഞ്ഞ സമയത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ പുറകിലാണ്. വോട്ടുകൾ ചേർത്തിയ കണക്ക് നോക്കുമ്പോൾ വളരെ പുറകിലാണ്. 50,166 വോട്ടുകളാണ് പുതിയതായി ചേർത്തിരിക്കുന്നത്. അതേസമയം 99,312 വോട്ടുകൾ കഴിഞ്ഞ 2019 അവിടെ ചേർത്തിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ ഇവിടെ വ്യക്തമാക്കുന്നത്. അതുപോലെ കൊല്ലം മണ്ഡലത്തിൽ വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ 2019 കണക്ക് വെച്ച് നോക്കുമ്പോൾ കാര്യമായ രീതിയിലുള്ള വോട്ട് ചേർക്കൽ നടന്നിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കണക്കുണ്ട്, 10 ലക്ഷത്തോളം വരുന്ന യുവതലമുറ വോട്ട് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അത് ഇത്തരം മണ്ഡലങ്ങളിലായിരിക്കും, ഈ കുറവ് വന്ന മണ്ഡലങ്ങളിലായിരിക്കും കൂടുതൽ ആളുകൾ വിട്ടുനിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും അവിടെ 34,012 വോട്ടുകളാണ് ഇപ്പോൾ അവിടെ കൊല്ലത്ത് ചേർത്തിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതേസമയം നേരത്തെ 77,305 വോട്ടുകൾ 2019 അവിടെ ചേർത്തിട്ടുണ്ട്. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പുറകിലാണ്. അതുപോലെ പത്തനംതിട്ട മണ്ഡലത്തിൽ 51,113 വോട്ടുകളാണ് പുതിയതായി ചേർത്തിരിക്കുന്നത്. അവിടെ 58,835 വോട്ടുകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ചേർത്തിരിക്കുന്നത്. അവിടെ 2,00,000-ലധികം 2,97,000 വോട്ടുകൾ K. സുരേന്ദ്രൻ നേടിയ ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത്
മൂന്നാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ അനിൽ ആന്റണി അതിനേക്കാൾ കൂടുതൽ 1 ലക്ഷം കൂടുതൽ വോട്ടുകൾ പിടിക്കുമെന്ന് പറഞ്ഞാണ് അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. തോമസ് ഐസക്കാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ഇവിടെ പല കോൺഗ്രസ് നേതാക്കളും അനിൽ ആന്റണിക്കെതിരെ പ്രചരണത്തിന് വരാത്ത ഒരു മണ്ഡലമാണ്. അത്തരത്തിൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. അനിൽ ആന്റണി പല കോൺഗ്രസുകാരുമായി ബന്ധപ്പെട്ട്, സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവിടെ വോട്ട് മറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അത്തരത്തിലുള്ള ചില ചരടുവലികൾ നടക്കുന്നു എന്ന ഒരു ആരോപണം നിലനിൽക്കുന്ന മണ്ഡലം കൂടിയാണ്. എന്തായാലും ഇത്തവണ വോട്ട് ചേർത്തിയതിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ 58 ആണെങ്കിൽ അത് 51 പോയി എന്നേ ഉള്ളൂ. 7000 വോട്ടുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ആ മണ്ഡലത്തിൽ വോട്ട് ചേർക്കുന്ന കാര്യത്തിലും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാവേലിക്കര മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടുകൾ ചേർത്തിയിട്ടുള്ള ഒരു മണ്ഡലം. 30,813 വോട്ടുകളാണ് മാവേലിക്കര മണ്ഡലത്തിൽ ഇത്തവണ ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 55,434 വോട്ടുകൾ ചേർത്ത സ്ഥാനത്താണ് വളരെ പുറകിലേക്ക് മാവേലിക്കര മണ്ഡലം പോയിരിക്കുന്നത്. അതുപോലെ കോട്ടയം മണ്ഡലം 49,447 വോട്ടുകൾ ഇത്തവണ പുതിയതായി ചേർത്തിട്ടുണ്ട്. 45,233 വോട്ടുകളാണ് കഴിഞ്ഞ തവണ അവിടെ ചേർത്തിരിക്കുന്നത്. അതിനേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് കോട്ടയം മണ്ഡലത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇടുക്കി മണ്ഡലം 46,899 വോട്ടുകളാണ് ഇടുക്കി മണ്ഡലത്തിൽ പുതിയതായി ചേർത്തിരിക്കുന്നത്. 45,456 കഴിഞ്ഞ തവണത്തെ കണക്ക്. 1000 വോട്ട് കൂടിയിരിക്കുകയാണ്, സ്ഥിതി മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. എറണാകുളം മണ്ഡലം 78,713 വോട്ടുകളാണ് പുതിയതായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കണക്കെന്ന് പറയുന്നത് 89,480 ഒരു 10,11,000 വോട്ടിന്റെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അത്രമാത്രമേ പുറകിലേക്ക് പോയിട്ടുള്ളൂ. ചാലക്കുടി മണ്ഡലം 81,053 വോട്ടുകളാണ് ഇത്തവണ ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കണക്ക് നോക്കുമ്പോൾ 79,700 കഴിഞ്ഞ തവണത്തെ കണക്കുകൾ. 73,025 വോട്ടുകളാണ് ആലത്തൂർ മണ്ഡലത്തിൽ. വളരെ പ്രധാനപ്പെട്ട, ഏവരും ഉറ്റുനോക്കുന്ന, തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം. 73,025 വോട്ടുകളാണ് പുതിയതായി ചേർത്തിരിക്കുന്നത്. 50,443 കഴിഞ്ഞ തവണത്തെ കണക്ക്. അതായത് 23,000 വോട്ടുകൾ കൂടുതൽ ചേർക്കാൻ ആലത്തൂർ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്, ദേവസ്വം മന്ത്രിയാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും തമ്മിൽ തന്നെയാണ് മത്സരം. LDFും UDFും തമ്മിൽ തന്നെയാണ് മത്സരം. നേരത്തെ PK ബിജുവിനെ മലർത്തിയടിച്ചാണ് രമ്യ ഹരിദാസ് കയറി വന്നത്. ഈ ഒരു മണ്ഡലത്തിൽ ഇത്തവണ എന്ത് വില കൊടുത്തും ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് CPM കെ രാധാകൃഷ്ണനെ രംഗത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇത്തവണയും UDF വിജയം ആവർത്തിക്കും എന്ന വാർത്തകൾ പരക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ ഇവിടെ മുന്നണി പ്രവർത്തകർ ഒട്ടും പുറകിലേക്ക് പോയിട്ടില്ല. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 1 ലക്ഷം എന്ന് പറയുന്ന ആ ഒരു കണക്കിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 23,000-ലധികം വോട്ടുകൾ അവിടെ ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. മറ്റൊന്ന് പാലക്കാട് മണ്ഡലമാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ചേർത്തിരിക്കുന്നത് 77,463 വോട്ടുകളാണ്. അതേസമയം കഴിഞ്ഞ തവണ 1,14,284 വോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ ചേർത്തിരിക്കുന്നത്. അവിടെ ശ്രീകണ്ഠൻ വിജയിച്ചിരിക്കുന്നത് വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ നല്ല രീതിയിൽ വോട്ടുകൾ കയറി വന്നിട്ടുണ്ട്. എന്തായാലും ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക, ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള പ്രവചനങ്ങളൊന്നും കാര്യമായ രീതിയിൽ വരാത്ത ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അതുപോലെ തന്നെ കണ്ണൂർ മണ്ഡലം കെ സുധാകരനാണ്, KPCC പ്രസിഡന്റാണ് അവിടെ മത്സരിക്കുന്നത്. 96,224 പുതിയതായി ചേർത്തിട്ടുള്ള വോട്ടുകൾ. 1 ലക്ഷം എന്ന് പറയുന്ന അഭിമാന പോരാട്ടം നടക്കുന്ന, കൂടുതൽ വോട്ടുകൾ ചേർത്തിട്ടുള്ള മണ്ഡലങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു. 4,000 വോട്ടിന്റെ കുറവ് മാത്രമാണ് കണ്ണൂർ മണ്ഡലത്തിൽ പുതിയതായി ചേർത്ത കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണയും 96,284, അതായത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 60 വോട്ട് കഴിഞ്ഞ തവണ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇത്തവണ 96,224 ആണെങ്കിൽ കഴിഞ്ഞ തവണ 96,284 കണ്ണൂർ മണ്ഡലത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ 91,403 വോട്ടുകൾ ഇത്തവണ ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1,20,20,207 വോട്ടുകളാണ് കഴിഞ്ഞ തവണ ചേർത്തിരിക്കുന്നത്. വലിയ കാര്യമായ രീതിയിലുള്ള വ്യത്യാസമില്ല, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും 2.7 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. അതിൽ തന്നെ 15 ലക്ഷത്തിലധികം വരുന്ന പുതിയ വോട്ടർമാരുണ്ട്. 10 ലക്ഷത്തോളം വരുന്ന യുവതലമുറ
വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്.